ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 4ന്റെ ലെറ്റ്സ് എസ്എസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ ചെയ്തതിൽ ചെറിയൊരു തിരുത്തുണ്ട്. നമ്മൾ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മൾ ഫിംഗേഴ്സ് പിടിച്ചിരിക്കുന്ന ആ ഒരു രീതി ശരിയല്ല. അപ്പോൾ കറക്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ്. ഇതിൽ ഒരു വുഡൻ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ മെർക്കുറി വെച്ചിട്ടുണ്ട്. ഈ ഒരു വീല് ഇങ്ങനെ ഈ ഒരു മെർക്കുറിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഈ വീല് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ തെളിയിക്കുക. അപ്പോൾ ആദ്യം തന്നെ നോക്കിയേ, നമ്മൾ ആദ്യം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മുടെ ഫസ്റ്റ് ഫിംഗർ അഥവാ ചൂണ്ടുവിരൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫിംഗർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് നോർത്തിന്ന് സൗത്തിലോട്ട്, കണ്ട അതാണ് അതെ, നോർത്തിന്ന് സൗത്തിലോട്ട് പോണ പോലെ നമ്മൾ ഈ ഫസ്റ്റ് ഫിംഗർ പിടിച്ചിരിക്കുന്നു. അടുത്തത് കറണ്ടിന്റെ ഡയറക്ഷനാണ് നമ്മൾ നോക്കുക. കറണ്ട് എങ്ങനെയാണ് വരുന്നത്? പോസിറ്റീവ്ന്ന് നെഗറ്റീവിലോട്ട്. അതായത് ഇതാണ് ഒരു കണ്ടക്ടർ. ഇപ്പം മെയിനായിട്ട് ഇതിന്റെ ഭാഗം എന്ന് പറഞ്ഞത് ഈ വീലാണല്ലോ. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുകളിൽ നിന്ന് അടിയിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ നമ്മുടെ ഈ മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ സെക്കൻഡ് ഫിംഗർ എന്ന് പറയുന്നത് ഇതേ ലെവലിൽ നമ്മൾ ഈ കണ്ടക്ടറിന്റെ ലെവലിൽ പിടിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഫിംഗേഴ്സ് പിടിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോഴ്സ് ഏത് ഭാഗത്തോട്ടാണ് നമുക്ക് അറിയാണ്ട് പോരും. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെച്ചു. ഈ ഒരു കണ്ടക്ടർ കണ്ട ഈ ഒരു വീലിന്റെ ഭാഗം അടിയിലേക്ക് പിടിക്കുമ്പോൾ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ട റൈറ്റ് ഈ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ വീല് റൊട്ടേറ്റ് ചെയ്തേ ഇങ്ങോട്ട്, തമ്പ് ഇങ്ങനെയാണ് വന്ന് ആ ഒരു ഭാഗത്തേക്ക് ഇതേ വീല് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു ആൻസർ എന്ന് പറഞ്ഞത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെയാ ഇത് ടീച്ചേഴ്സ് എടുക്കണമെന്ന് എനിക്കറിയില്ല. ഇതിൽ പല ആൻസേഴ്സും വരുന്നുണ്ട്, പക്ഷെ എൻ്റെ ഒരു നിഗമനത്തിൽ ഈ ഒരു ഭാഗം ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ തന്നെയാണ് ഈ ഒരു വീല് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.